ഇന്നത്തെ എപ്പിസോഡിൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന നയന ഓടിപ്പോയിട്ട് വോമിറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം എല്ലാരും ഭക്ഷണം പിടിക്കാനായിട്ടാണെന്ന് കരുതി, എന്നാൽ ഇതിപ്പോ കുറച്ചു ദിവസമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ വിളിക്കാൻ. അങ്ങനെ ഇവരുടെ സ്ഥിരം ഡോക്ടർ തന്നെ വന്ന് നയനയെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് അറിയുന്നത് നയന ഗർഭിണിയാണെന്നുള്ളത്. എന്തായാലും ഇത് കേട്ടപ്പോ തന്നെ ദേവ്യാനിക്ക് അങ്ങ് സന്തോഷാവാണ് കേട്ടോ. എന്നാൽ മറുവശത്ത് ജാനകിയും ജലജയ്ക്കും അനാമികയ്ക്കും ഇതൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. സത്യം പറഞ്ഞ അനാമികയ്ക്ക് ഇത് വല്ലാത്തൊരു തിരിച്ചടിയായിപ്പോയി. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് ദേവ്യാനി നയനയ്ക്ക് കാപ്പി കൊണ്ടു കൊടുക്കുന്നതാണ് കേട്ടോ. ദേവ്യാനി പറയുന്നുണ്ട്, ദാ ഇത് പിടിക്ക്, ഇനി ഇത് തന്നില്ലെന്ന് പറഞ്ഞ് നീ എങ്ങാൻ ഈ വീട് വിട്ട് പോയാലോ. ഇത് കേട്ടപ്പോ നയന പറയുന്നുണ്ട്, എന്തിനാ അമ്മ എപ്പോഴും ഇത് തന്നെ പറയുന്നത്? അമ്മ എന്നോട് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അമ്മയെ വിട്ട് എങ്ങോട്ടും പോകില്ല. എനിക്കറിയാം ഇപ്പൊ അമ്മയുടെ ഉള്ളിന്റെ ഉള്ളില് എന്നോട് എവിടേക്കും ഇഷ്ടമുണ്ടെന്നുള്ളത്. ഇത് കേട്ടപ്പോ ദേവ്യാനി അറിയാതൊന്ന് പുഞ്ചിരിച്ചു പോവാണ് കേട്ടോ. ആര് പറഞ്ഞു എനിക്ക് നിന്നോട് ഇപ്പോഴും വെറുപ്പാണ്? ദേ ഈ നിമിഷം വരെ. ആയിക്കോട്ടെ, എന്നാലും ഞാനങ്ങനെ കരുതുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. നീ എങ്ങനെയെങ്കിലും കരുത്, അതിനിപ്പോ എനിക്കെന്താ? ഒന്നുമില്ല അമ്മേ, അമ്മയുടെ സംസാരത്തിലും പ്രവൃത്തിയിലും എനിക്കെന്തോ ഇപ്പൊ നല്ല മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു. എന്നോട് ഇപ്പോഴുള്ള സമീപനം എനിക്കെന്തോ ഒരുപാട് മാറ്റം കൊണ്ടുവന്ന പോലെ തോന്നി. അങ്ങനെ തോന്നുന്നത് നിന്റെ തെറ്റ്, അല്ലാതെ എനിക്ക് മാറ്റമൊന്നുമില്ല. നിന്നോട് ഇപ്പോഴും എനിക്ക് ദേഷ്യം തന്നെയാ. പിന്നെ അവനവന്റെ സ്വഭാവം കുറച്ച് നന്നാക്കണം. അത് മാത്രമല്ല അഹങ്കാരം കുറയ്ക്കുകയും വേണം. എങ്കിലും ഒരാൾക്ക് ഇഷ്ടപ്പെടാൻ തോന്നും. ഡേ നീ ഓരോന്ന് പറഞ്ഞിരിക്കാതെ ആ ചായ കുടിക്ക്, നിനക്ക് തന്നിട്ട് വേണം ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ. അങ്ങനെ നയന കാപ്പി കുടിക്കാൻ പോകുന്ന സമയത്താണ് നയനയ്ക്ക് എന്തോ വോമിറ്റിങ് വരുന്നത് കേട്ടോ. നയന വോമിറ്റ് ചെയ്യുന്നത് പോലെ കാണിച്ചപ്പോ ദേവ്യാനി ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി നയനി? ഒന്നുമില്ല അമ്മേ, എന്തോ പെട്ടെന്നൊരു വോമിറ്റിങ് പോലെ. അല്ല, ഇന്നലെ ഓഫീസിൽ പോയപ്പോ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചിരുന്നോ നീ? പുറത്തുനിന്ന് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല അമ്മേ. പിന്നെ എന്താ ഇപ്പൊ നിനക്ക് വോമിറ്റിംഗ് വരാൻ? അറിയില്ല അമ്മേ, 2 ദിവസമായി തുടങ്ങിയിട്ട് എന്ത് കഴിക്കുമ്പോഴും എനിക്ക് വോമിറ്റിംഗ് വരുന്ന പോലെ. ഇപ്പൊ കുഴപ്പമില്ലമ്മേ. അമ്മേ എനിക്ക് ഈ ചായ വേണ്ട. ശരി, ഇനി ഇത് കുടിച്ചതുകൊണ്ട് നിനക്ക് വോമിറ്റിംഗ് വരണ്ട, അതിങ്ങ് തന്നേക്ക്. ഇതും പറഞ്ഞുകൊണ്ട് ദേവ്യാനി ആ ചായ വാങ്ങിച്ചോണ്ട് പോവാണ് കേട്ടോ. പിന്നെ ദേവ്യാനി മനസ്സിൽ കരുതുന്നുണ്ട്, ഈശ്വര, നയനമോൾക്ക് ഇത് എന്തു പറ്റി? കുറച്ച് ദിവസമായിട്ട് ഞാൻ മോളെ ശ്രദ്ധിക്കുന്നു, മോളുടെ മുഖമൊക്കെ വിളർത്തിരിക്കുക. ആകെ മൊത്തത്തിൽ എന്തോ അവശത പോലെ. എന്തായാലും ആദർശനോട് പറഞ്ഞ് ഒന്ന് ഡോക്ടറെ കാണിക്കാൻ പറയണം. ഒരു മനസ്സമാധാനവും കിട്ടുന്നില്ല. നിഷയൊന്ന് വിളിച്ച് ചോദിച്ചു നോക്കിയാലോ? ഇനി ആ ദൂരയാത്ര പോയിട്ടായിരിക്കോ നയനമോൾക്ക് ഇങ്ങനെ വോമിറ്റിംഗ് ഒക്കെ? ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും അവക്കൊന്ന് വിളിച്ചു ചോദിക്കാം. ഇതും പറഞ്ഞിട്ട് ദേവ്യാനിയുടെ മുറിയിലോട്ട് ചെല്ലാണ് കേട്ടോ. എന്നിട്ട് ദേവ്യാനിയുടെ കൂട്ടുകാരി ഉണ്ടല്ലോ ആ ഡോക്ടർക്ക് വിളിക്കുന്നുണ്ട്. ഹലോ, നീ ഇപ്പൊ ഡ്യൂട്ടിയിലാണോ? അല്ല ദേവ്യാനി, നീ ഇപ്പൊ ഡ്യൂട്ടിയിലാണെങ്കിലും നീ വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കാതിരിക്കൂ. ഞാനേ ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാൻ വിളിച്ചതാ. എന്താ, നിന്റെ മരുമകളുടെ കാര്യമാണോ? അതെങ്ങനെ നിനക്ക് മനസ്സിലായി? നീ നിന്റെ മരുമകളെ സ്നേഹിച്ചേ പിന്നെ അതിനാണല്ലോ നീ എന്നെ വിളിക്കാറുള്ളത്. അത് പിന്നെ എനിക്ക് നിന്നോടൊരു സംശയം ചോദിക്കണം. എന്തിനാ ദേവ്യാനി ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? നീ ആദ്യം ചോദിക്ക്, എന്നാലല്ലേ പറയാൻ പറ്റൂ. അത് പിന്നെ 1-2 ദിവസമായിട്ട് നയനമോൾക്ക് നല്ല വോമിറ്റിംഗാ. ഇനിയിപ്പോ ഈ ദൂരയാത്ര പോയതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കോ? അങ്ങനെയൊന്നും സംഭവിക്കില്ല. നിനക്കിത് എന്താ ദേവ്യാനി? ഇത് കഴിഞ്ഞിട്ടിപ്പം ഏകദേശം 1.5 മാസമായില്ലേ. ഇനിയിപ്പോ യാത്രയൊക്കെ ചെയ്യാം, അതിലൊന്നും കുഴപ്പമില്ല. പിന്നെ എന്തായിരിക്കും നിഷ ഇത്? അതെന്തെങ്കിലും ഫുഡ് വല്ലതും പറ്റാണ്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഒരു സാധ്യതയുള്ളൂ, ആ കുട്ടി ഗർഭിണിയായിരിക്കും. ഗർഭിണിയോ? ഞാൻ എൻ്റെ ഒരു സംശയം പറഞ്ഞതേ ഉള്ളൂ, ഉറപ്പിക്കാനൊന്നും ആയിട്ടില്ല. 1-2 വട്ടം വോമിറ്റ് ചെയ്തെന്നല്ലേ ഉള്ളൂ. അത് ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം. ചിലപ്പം കഴിച്ച ഭക്ഷണം ദഹിച്ചു കാണില്ല. എന്തായാലും ഇനിയും നീ നയന വോമിറ്റ് ചെയ്യുന്നുണ്ടോ നോക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കും. ശരി. പിന്നെ ഞാനിപ്പോൾ ഇത് പറഞ്ഞെന്ന് കരുതി നീ അതും ആലോചിച്ചിരിക്കണ്ട കേട്ടോ. എന്തായാലും ഞാനൊരു കാര്യം ഉറപ്പ് തരാം, നിന്റെ മരുമകൾക്ക് ഒരു കുഴപ്പമില്ല. എനിക്കത് കേട്ടാൽ മതി. എങ്കിൽ പിന്നെ ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ശരി ദേവ്യാനി. ഇതും പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഡൈനിങ് ടേബിളിനെ ചുറ്റി ഇരിക്കുന്നതാണ്. ആ സമയത്ത് നയന ഫുഡ് വിളമ്പാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നയനമോളെ നീ ഇവന്റെ അടുത്തോട്ട് ഇരിക്കും, മോള് വിളമ്പി കൊടുക്കണ്ട, ഓരോരുത്തർക്ക് വേണ്ടത് അവരെടുത്ത് കഴിച്ചോളും. വേണ്ട മുത്തശ്ശി, എല്ലാവർക്കും വിളമ്പി കൊടുത്തതിന് ശേഷം ഞാൻ അമ്മയ്ക്കൊപ്പം ഇരുന്ന് കഴിച്ചോളാം. അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട്, എന്റെ കൂടെ ഇരുന്ന് കഴിക്കാനോ? നിനക്ക് വേണമെങ്കിൽ ഇപ്പം ഇരുന്ന് കഴിച്ചോ. ഇവന്റെ അടുത്തൊരു ചെയർ ഒഴിവില്ലേ, നിനക്ക് ഇവിടെ ഇരുന്ന് കഴിച്ചൂടെ? ഇത് കേട്ടപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നയനെ നീ ഇങ്ങോട്ട് ഇരിക്കി, അമ്മ വിളമ്പി തരും. അതേസമയം ജലജ അനാമികയോട് പറയുന്നുണ്ട്, നോക്കു മോളെ, അവളിപ്പോൾ എല്ലാവരും പൂവിട്ട് പൂജിക്കുക. ഇതിനു മാത്രം എന്താണാവോ അവക്കുള്ളത്? കുറച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇവളെ മനസ്സിലാക്കും. ആ സമയത്ത് ഇവളെ കറിവേപ്പിൻ്റെ പോലെ എറിയും. അങ്ങനെ ഒരു നിമിഷം വരും മോളെ. ആവശ്യം കഴിഞ്ഞാൽ ഇവൾ ഒഴിവാക്കണം. ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, അതിന് ഇവളെ കൊണ്ട് എന്ത് നേട്ടാ നമുക്കുള്ളത്? മോളെ, നമ്മുടെ കമ്പനിക്ക് ഇവളെ കൊണ്ട് കോടികളുടെ നേട്ടമാണ് കിട്ടിയിരിക്കുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ആദർശം ഏട്ടത്തെയൊക്കെ ഇവളെ തന്നാലെ തള്ളി പറയും.
കുറച്ചു കാലമൊക്കെ ഇവളുടെ സഹായം നമുക്ക് വേണ്ടി വരും. അത് കഴിഞ്ഞാൽ ഏട്ടത്തി തന്നെ ഇവളെ തള്ളി പറഞ്ഞോളൂ. അതിന് ഏട്ടത്തിയുടെ മനസ്സ് മാറ്റിയിടിക്കേണ്ടേ നമ്മൾ തന്നെയാ. അതെ അമ്മേ. എന്തായാലും ദേവേനി നയനയെ ഇരുത്തിച്ച് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ചിക്കൻ്റെ ഒക്കെ സ്മെല്ലടിച്ചിട്ട് നയനയ്ക്ക് വീണ്ടും വോമിറ്റ് ചെയ്യാൻ വരികയാണ്. നയന ഓടിപ്പോയി വാഷ് ബേസിൻ്റെ അടുത്ത് കൂടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വോമിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട് പേടിച്ച് ദേവേനി നയനയുടെ അടുത്തേക്ക് ചെല്ലാണ്. നയനെ, നിനക്കിത് എന്താ പറ്റിയത്? ഇന്നലെ തുടങ്ങിയിട്ടുണ്ടല്ലോ ഇത്. അറിയില്ല അമ്മേ, ഇന്നലെ മുതലൊന്നുമല്ല, കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഓരോന്ന് കഴിക്കുമ്പോൾ നന്നായിട്ട് വോമിറ്റ് ചെയ്യാൻ വരുന്നു. എന്നിട്ട് നീ എന്താ മോളെ ഇത് ആരോടും പറയാതിരുന്നേ? ഞാൻ എന്തോ കഴിച്ച ഫുഡിന്റെ പ്രശ്നമായിരിക്കും എന്ന് കരുതി. ആ സമയത്ത് ആദർശ് അങ്ങോട്ട് ഓടി വരുന്ന കണ്ടപ്പോൾ ദേവേനി പറയുന്നുണ്ട്, ആദർശ് നീ നോക്കി നിൽക്കാതെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ വിളിക്ക്. അപ്പൊ അനാമിക പറയുന്നുണ്ട്, വലിയമ്മ എന്തിനാ ഗൈനക്കോളജിസ്റ്റ്? ഇവളെ നോക്കാൻ സാധാ ഡോക്ടർ പോരെ? അപ്പൊ ദേവേനെ ചൂടാവുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരാൾക്ക് വയ്യാതിരിക്കുക, അപ്പൊ പിന്നെ നീ എന്തിനെങ്ങനെ സംസാരിക്കുന്നത്? ആദർശ് നീ പെട്ടെന്ന് വിളിക്ക്. ആദർശ് അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് ഡോക്ടറോട് വരാൻ പറയുന്നുണ്ട് കേട്ടോ. ഡോക്ടർ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്താന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി നയനയെ മുറിയിൽ കൊണ്ട് ഇരുത്തുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ആ ഡോക്ടർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഡോക്ടർ അവിടെ എത്തിയ പാടെ ചോദിക്കുന്നുണ്ട്, എവിടെ നയന? അപ്പൊ ദേവേനെ പറയുന്നുണ്ട്, ഡോക്ടർ നയന മുറിയിലുണ്ട്, അങ്ങോട്ട് പോവാം. എന്തായാലും ഡോക്ടറെയും കൊണ്ടിട്ട് ദേവ്യാനി നയനയുടെ മുറിയിലോട്ട് പോകാൻ കേട്ടോ. നയന ചെറുതായിട്ടൊരു മയക്കത്തിലാണ്. ആ സമയത്ത് ഡോക്ടർ ചെന്നിട്ട് തട്ടി വിളിക്കുന്നുണ്ട്, നയനെ എന്താ ഉറങ്ങിപ്പോയോ? എന്തോ ഒരു ചെറിയ ക്ഷീണം പോലെ, ഒന്ന് എഴുന്നേറ്റിരിക്കൂ. അങ്ങനെ നയനയെ നന്നായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് ഡോക്ടർ. പെട്ടെന്ന് തന്നെ ഡോക്ടർക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്, നയന ഗർഭിണിയാണെന്നുള്ളത്. അപ്പൊ തന്നെ നല്ല സന്തോഷത്തോടെ ദേവ്യാനിയോട് ഡോക്ടർ പറയുന്നുണ്ട്, ആഹാ ഈ അനന്തപുരി തറവാട്ടിൽ ഒരു വിശേഷം വരാൻ പോകുന്നു. ഇത് കേട്ടപ്പോൾ ദേവ്യാനിയും നയനയും ഒന്ന് ഞെട്ടി ഡോക്ടർ മുഖത്തേക്ക് നോക്കുകയാണ്. എന്നിട്ട് ദേവ്യാനി ചോദിക്കുന്നുണ്ട്, എന്ത് ഡോക്ടർ ഇപ്പം എന്താ പറഞ്ഞത്? അതെ മേഡം, ഇവിടെ രണ്ടാമതൊരു കുഞ്ഞിക്കാലം കൂടി കാണാൻ പോകുന്നു. അതായത് ഈ നയന ഗർഭിണിയാണെന്ന്. ആ സമയത്ത് ദേവ്യാനിയുടെ മുഖത്തുള്ളൊരു സന്തോഷം കാണണം. ഇത് കണ്ടിട്ട് നയന തന്നെ ആകെ ഞെട്ടിത്തരിച്ച് നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് ആദർശ് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദർശനോട് ഡോക്ടർ പറയുന്നുണ്ട്, കൺഗ്രാറ്റുലേഷൻ. ഇത് കേട്ടപ്പോൾ ആദർശ് ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. എന്താ ഡോക്ടർ? ആഹാ നിങ്ങളുടെ ഭാര്യയെ ഗർഭിണിയാ? എന്ത്? നയന ഗർഭിണിയാണെന്ന്? നയനെ? ഇതും പറഞ്ഞ് ആദർശ് നയനയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് ദേവേനിക്ക് ഒരുപാട് അങ്ങ് സന്തോഷമാവുന്നുണ്ട്. എന്നാൽ ദേവേനിക്ക് ആ സന്തോഷം പുറത്ത് പ്രകടിപ്പിക്കാനും കഴിയുന്നില്ല. ആ സമയത്ത് അങ്ങോട്ടേക്ക് ജാനകിയും അനാമികയും ഒക്കെ വരുന്നുണ്ട്. എന്നിട്ട് ജാനകി ദേവ്യാനിയോട് ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞത് നയന ഗർഭിണിയാണെന്ന്. എന്ത്? മോളെ അനാമിക നയന ഗർഭിണിയാണെന്ന്. ദേ നിങ്ങളെ പറ്റിക്കാൻ അവള് വല്ലതും പറയാണോ? പ്രത്യേകിച്ച് ആ ഡോക്ടർ നവ്യയുടെ കളത്തരത്തിന് കൂട്ടുനിന്നിട്ടുള്ളതാ. ആ സമയത്ത് ഡോക്ടർ ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ. ഡോക്ടർ അപ്പൊ തന്നെ പറയുന്നുണ്ട്, അതെ നിങ്ങളുടെ നവ്യ എന്നെ ഭീഷണിപ്പെടുത്തിയോണ്ട് മാത്രമാ എനിക്ക് അവിടെ സത്യം പറയാൻ നിവർത്തിയില്ലാത്ത പോയത്. എന്നാ ഇപ്പൊ ഞാൻ പറയുന്നത് സത്യം തന്നെയാ. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഒരു ടെസ്റ്റ് എടുത്തി നോക്ക്. നയന ഗർഭിണിയാണ്, എനിക്ക് 100% ഉറപ്പാ. ഇതും പറഞ്ഞ് ഡോക്ടർ അവിടുന്ന് ദേഷ്യം പിടിച്ച് പോകാൻ കേട്ടോ. ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും സന്തോഷ വാർത്ത അറിഞ്ഞിട്ട് നയനയുടെ അടുത്തേക്ക് ഓടി എത്തുന്നുണ്ട്. മോളെ നീ ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു തന്നു എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. ആ സമയത്ത് ദേവ്യാനി വളരെ വാത്സല്യത്തോട് കൂടിയിട്ട് നയനയുടെ അടുത്തിരുന്നിട്ട് നയനയുടെ കൈ പിടിച്ചിട്ട് നെഞ്ചോട് ചേർക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മകൻ്റെ കുഞ്ഞാ നിന്റെ വയറ്റിൽ കിടക്കുന്നത്, അതുകൊണ്ട് എനിക്ക് നിന്നോട് ഇനി ഒരിക്കലും വിരോധം ഉണ്ടാവില്ല. ഇതും പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് ദേവ്യാനി അവിടുന്ന് എഴുന്നേറ്റിട്ട് നയനയ്ക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഇനി നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ് കേട്ടോ. അപ്പോൾ ആ എപ്പിസോഡുകൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോ ലൈക്ക് ചെയ്തേക്കുക. അതോടൊപ്പം നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.